ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലത്തെ പുതിയൊരു ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കാണ്. കഴിഞ്ഞ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ അവസാനിച്ചു. ഇനി നമുക്ക് നിങ്ങളുടെ മൊഡ്യൂൾ പ്രകാരമുള്ള ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്ററാണ്. അതിലിടയിൽ ഒരു ചാപ്റ്റർ എടുക്കാനുണ്ട്. അത് ഇത്തിരി വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഇത് 5th മൊഡ്യൂളാണ്. ചാപ്റ്ററിൻ്റെ പേര് ഡിവിഡൻഡ് ഡിസിഷൻ. നമ്മൾ ഈ ടേം ഡിവിഡൻഡ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞപ്പോൾ പഠിച്ചപ്പോൾ കുറേ കേട്ടിട്ടുള്ളതാണ്. പ്രിഫറൻസ് ഷെയറിനും അതുപോലെ ഇക്വിറ്റി ഷെയറിനൊക്കെ നമ്മൾ കൊടുക്കുന്ന റിട്ടേണിനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ആ ഡിവിഡൻഡ് എങ്ങനെയാണ് അതിന് ഡിവിഡൻഡിനെ കുറിച്ചുള്ള ഡിസിഷൻസ് എടുക്കുക, അതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോണത്. നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് നമുക്കറിയാം. പക്ഷേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പക്ഷേ ഡിവിഡൻഡ് കൊടുക്കാതിരുന്നാൽ എന്താ പ്രശ്നം ഉണ്ടാവുക? കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ കുറയും. അതേസമയം നമ്മൾ കിട്ടുന്ന എൻറ്റയർ പ്രോഫിറ്റ് മുഴുവൻ എന്തായിട്ട് കൊടുക്കില്ല, ഡിവിഡൻഡായിട്ട് കൊടുക്കില്ല. കുറച്ച് റീറ്റെയിൻ ചെയ്ത് വെച്ച് ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമ്പോൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ കുറച്ച് റീറ്റെയിൻ ചെയ്ത് വെച്ച് ബാക്കിയുള്ളതാണ് ഡിവിഡൻഡായിട്ട് കൊടുക്കുക. അപ്പോൾ എത്ര എമൗണ്ട് ഡിവിഡൻഡ് കൊടുക്കണം, എത്ര എമൗണ്ട് റീറ്റെയിൻ ചെയ്ത് വെക്കണം, ഈ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഡിസിഷൻസ് എടുക്കുക, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ഷെയർ ഹോൾഡേഴ്സ് ആർ ദി ഓണേഴ്സ് ഓഫ് ദി കമ്പനി. നമുക്കറിയാം ഈ ഷെയർ ഹോൾഡേഴ്സ് ആണ് കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ ദ സപ്ലയേഴ്സ് ഓഫ് ദി ക്യാപിറ്റൽ ഇൻ എ കമ്പനി. അവരാണ് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ. ക്യാപിറ്റൽ മീൻസ് മൂലധനം നമ്മൾ കൊണ്ടുവരുന്നത്. മറ്റേത് ഡിബഞ്ചറിനൊക്കെ എന്ന് വിളിക്കുക, ഡെപ്റ്റ് എന്നാണ് വിളിക്കുക. അത് ക്യാപിറ്റൽ അല്ല, അത് ഡെപ്റ്റ് ആണ്. പക്ഷേ നമ്മുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ്. So they are the suppliers of the capital in a company. They expect some return on their investment. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ നമുക്ക് അവർക്ക് ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഏതൊരു ഇൻവെസ്റ്ററും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എന്ത് പ്രതീക്ഷിച്ചിട്ടാണ്? അതിൽ നിന്നും ഒരു റിട്ടേൺ കിട്ടണം എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഓരോരുത്തരും ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതുപോലെ തന്നെ ഈ ഷെയർ ഹോൾഡേഴ്സും എന്താണ്? ദേ എക്സ്പെക്ട് സം റിട്ടേൺ ഓൺ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. ദിസ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് കോൾഡ് ഡിവിഡൻഡ്. അപ്പം അങ്ങനെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ റിട്ടേണിനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ദിസ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് കോൾഡ് ഡിവിഡൻഡ്. ഓരോ ഷെയർ ഹോൾഡറും കൊണ്ടുവന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ മുകളിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേണിനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ്. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ബൈ ദ ഡയറക്ടേഴ്സ് ഇൻ ദ ബോർഡ് മീറ്റിംഗ് ആൻഡ് ഡിക്ലെയർഡ് ഇൻ ദ ജനറൽ മീറ്റിംഗ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോളാം, കിട്ടിയ പ്രോഫിറ്റ് മുഴുവൻ എന്തായിട്ട് കൊടുക്കണ്ട, ഡിവിഡൻഡായിട്ട് കൊടുക്കണ്ട. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഡിവിഡൻഡായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്തോരം കൊടുക്കണം, എത്ര പെർസെൻറ്റേജ് ഏർണിങ്സിൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കണം, ആ കാര്യങ്ങൾ അവിടെ തീരുമാനിക്കണം. റെക്കമെൻഡേഷൻ നടത്തേണ്ട ബോർഡ് മീറ്റിങ്ങിലും അതുപോലെ അത് പാസ്സാക്കി ജനറൽ മീറ്റിങ്ങിൽ പാസ്സാക്കിയാൽ മാത്രമേ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ബൈ ദി, ആര് റെക്കമെൻഡ് ചെയ്യണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്ത് ജനറൽ മീറ്റിങ്ങിൽ പാസ്സാക്കിയാൽ മാത്രമേ നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇറ്റ് ഈസ് പെയ്ഡ് ഔട്ട് ഓഫ് ദി പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ്. നമ്മൾ ഏൺ ചെയ്ത പ്രോഫിറ്റിൽ നിന്ന് ഡിപ്രീസിയേഷനും ടാക്സൊക്കെ കുറച്ച് ബാക്കിയുള്ളതാണ് എന്തായിട്ട് കൊടുക്കുക? ഡിവിഡൻഡായിട്ട് കൊടുക്കുക. നമ്മുടെ എല്ലാ എക്സ്പെൻസസും മീറ്റ് ചെയ്യണം, അതുപോലെ ഡിപ്രീസിയേഷൻ കുറയ്ക്കണം, ഇൻകം ടാക്സ് കൊടുത്ത് തീർക്കണം. അതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള എമൗണ്ട് ആണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുക? ഡിവിഡൻഡായിട്ട് കൊടുക്കുക. യൂഷ്വലി ദ എൻറ്റയർ ഏർണിങ്സ് വിൽ നോട്ട് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. നമുക്കറിയാം നമ്മൾ ഉണ്ടാക്കിയ എൻറ്റയർ ഏർണിങ്സ് നമ്മൾ എന്തായിട്ട് കൊടുക്കില്ല? ഡിവിഡൻഡായിട്ട് കൊടുക്കാറില്ല. The management has to decide what portion of earnings should be distributed and retained in the business. അപ്പോൾ നമ്മൾ മാനേജ്മെൻ്റ് ആണ് തീരുമാനിക്കേണ്ടത് ഏൺ ചെയ്ത പ്രോഫിറ്റിൻ്റെ എത്ര ഭാഗം നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കണം, എത്ര ഭാഗം നമ്മൾ ഡിവിഡൻഡായിട്ട് കൊടുക്കണം. അത് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത് ആരാണ്? മാനേജ്മെൻ്റ് ആണ്. ദിസ് ഡിസിഷൻ ഈസ് കോൾഡ് ഡിവിഡൻഡ് ഡിസിഷൻ. അങ്ങനെ മാനേജ്മെൻറ്റ് എടുക്കുന്ന ആ ഡിസിഷനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ് ഡിസിഷൻ. അതായത് മാനേജ്മെൻറ്റ് ഹാസ് ടു ടേക്ക് വാട്ട് പോർഷൻ ഓഫ് ഏർണിങ്സ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് റിട്ടേൺ ഇൻ ദ ബിസിനസ്. എത്ര കൊടുക്കണം എത്ര കൊടുക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ആ ഡിസിഷനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ് ഡിസിഷൻ. എത്ര കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നില്ലേ, ആ ഡിസിഷനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പോൾ അതാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞു. അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഡിവിഡൻഡിൻ്റെ മീനിങ് നമ്മൾ ഇനി അടുത്ത് പഠിക്കുന്നുണ്ട്. ദ മാനേജ്മെൻറ്റ് ഹാസ് ടു ടേക്ക് ഡിവിഡൻഡ് decisions regarding the amount of earnings to be distributed to equity shareholders. Equity shareholdersനെ ഏർണിങ്സ് എത്ര എമൗണ്ട് ഓഫ് ഏർണിങ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനം എടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ് ഡിസിഷൻ. ഓക്കെ,
നെക്സ്റ്റ് ഈസ് മീനിങ് ഓഫ് ഡിവിഡൻഡ്. ഈ ഡിവിഡൻറ്റിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. ഡിവിഡൻസ് ആർ ദി സം ഓഫ് മണി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ എ കമ്പനി ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ആ സം ഓഫ് മണീനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ എ കമ്പനി ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനി ഏൺ ചെയ്ത പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ ആർക്ക് കൊടുക്കണം? നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. ആ കൊടുക്കുന്ന ആ എമൗണ്ടിന് വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ്. എൻ്റയർ എമൗണ്ട് കൊടുക്കേണ്ട എല്ലാ എക്സ്പെൻസസും ഡിപ്രീസിയേഷനും ടാക്സും എല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പ്രോഫിറ്റിൻ്റെ സെർട്ടൈൻ പെർസെൻറ്റേജ് നമ്മൾ ഡിവിഡൻഡായിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. ഇറ്റ് ഈസ് ദ റിവാർഡ് പെയ്ഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഫോർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ഹിം ഇൻ ദ ഷെയർസ് ഓഫ് എ കമ്പനി. ഇറ്റ് ഈസ് അതാണ് എനിക്ക് കറക്റ്റ് മീനിങ് ആയിട്ട് നിങ്ങളത് പഠിച്ചു വെച്ചാലും മതി. ഇറ്റ് ഈസ് ദ റിവാർഡ് പെയ്ഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഒരു റിവാർഡാണ്. ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദം. അവർ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി, നമ്മുടെ കമ്പനിയിലെ ഷെയറിൽ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി അതിന് റിവാർഡായിട്ട് കൊടുക്കുന്ന ആ ഒരു റിവാർഡിനെ വിളിക്കുന്ന പേരാണ്, സം ഓഫ് മണീനെ വിളിക്കുന്ന പേരാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിവിഡൻഡിൻ്റെ മീനിങ്? ദ റിവാർഡ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദം ഇൻ ദ ഷെയർസ് ഓഫ് ദി കമ്പനി. അപ്പോൾ അത് മീനിങ് ആയിട്ട് പഠിച്ചു വയ്ക്കാം. ദെൻ ദ ഡെഫിനിഷൻ ഒന്നും പഠിച്ചു വയ്ക്കണം. ഡിവിഡൻഡ് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ റിസർവ്. Dividend is the distribution to shareholders out of profit or reserve available for this purpose. ഡിസ്ട്രിബ്യൂഷൻ ടു ഷെയർ ഹോൾഡേഴ്സ്. നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഔട്ട് ഓഫ് പ്രോഫിറ്റ്, നമ്മൾ ഏൺ ചെയ്ത പ്രോഫിറ്റിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡിവിഡൻഡ് എന്ന് വിളിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ഡെഫിനേഷനാണ്, അത് പഠിച്ചു വെക്കണം. ഡിവിഡൻഡ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ടു ഷെയർ ഹോൾഡേഴ്സ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ റിസർവ്. ചിലപ്പോൾ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് റിസർവിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ റിസർവുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. കുറേ റിസർവ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഒരു ഭാഗം എന്തായിട്ട് കൊടുക്കാം? അക്കോളം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ നമുക്ക് ഡിവിഡൻഡ് കൊടുക്കണമെങ്കിൽ ഔട്ട് ഓഫ് റിസർവ് നമ്മൾ എടുത്ത് കൊടുക്കാനായിട്ട് പറ്റും. അവൈലബിൾ ഫോർ ദിസ് പർപ്പസ്. ആ പർപ്പസിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത റിസർവിൽ നിന്ന് നമുക്ക് എന്ത് കൊടുക്കാം? ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡിവിഡൻഡിൻ്റെ ഡെഫിനേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ മീനിങ്ങും പഠിച്ചു വയ്ക്കാം, ഡെഫിനേഷനും പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓർ ഫോംസ് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഡിവിഡൻഡിൻ്റെ ടൈപ്സ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഈ ചാപ്റ്ററിൽ തന്നെ ഡിവിഡൻഡ് പോളിസിയുടെ ടൈപ്സ് പഠിക്കാനുണ്ട്, തെറ്റിക്കരുത്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് ഓർ ഫോംസ് ഓഫ് ഡിവിഡൻഡ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ക്യാഷ് ഡിവിഡൻഡ്. ഇറ്റ് ഈസ് ദ ഡിവിഡൻഡ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഇൻ ക്യാഷ്. നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ക്യാഷ് രൂപത്തിലാണ് കൊടുക്കണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇനി അത് നമുക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മൾ റെഡി ക്യാഷ് ആയിട്ടാണ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ഡിവിഡൻഡ്. അതിൽ തന്നെ 2 ടൈപ്സ് ഉണ്ട്. റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡ്, സെക്കൻഡ് വൺ ഇൻറ്ററിം ഡിവിഡൻഡ്. റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിക്ലയർഡ് ആൻഡ് പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ പീരിയഡ് ആഫ്റ്റർ ഫൈനൽ അക്കൗണ്ട്സ് ഹാവ് ബീൻ പ്രിപ്പയർഡ്. നമ്മൾ ഓരോ ഫിനാൻഷ്യൽ ഇയറിൻ്റെയും അവസാനം മാത്രമേ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം മാർച്ച് 31 ഒക്കെ ആകുമ്പോഴാണ് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. ആ ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം കറക്റ്റ് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷമേ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നുള്ളൂ എന്നു വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡ്. ഓക്കെ, നമ്മൾ എന്നാൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യണതും അതുപോലെ കൊടുക്കുന്നതും എന്നാണ് ആഫ്റ്റർ ദി പ്രിപ്പറേഷൻ ഓഫ് ദി ഫൈനൽ അക്കൗണ്ട്സ്. നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് കറക്റ്റ് എമൗണ്ട് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡ്. Then second one is interim dividend. അതെന്താണ്? ഇറ്റ് ഈസ് ദ ഡിവിഡൻഡ് ഡിക്ലയർഡ് ബിഫോർ ദി ഡിക്ലറേഷൻ ഓഫ് ഫൈനൽ ഡിവിഡൻഡ്. ചില കമ്പനികൾ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ചില ഇൻവെസ്റ്റേഴ്സിന് അതൊരു റെഗുലർ ഇൻകം ആണ്. അപ്പോൾ അവർക്ക് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഡിവിഡൻഡ് കിട്ടിയാൽ പോരാ. അവർക്ക് ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് നടത്തിയിട്ട് നമ്മൾ മാസം ഇൻട്രസ്റ്റ് മേടിച്ചിട്ടാണ് ചിലപ്പോൾ നമ്മുടെ ഡെയിലി എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഷെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ്.
അപ്പോൾ ഞാനൊരു ഷെയറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എനിക്ക് റെഗുലറായിട്ട് ഒരു കൊല്ലത്തിൽ ഒരു തവണ ഡിവിഡൻഡ് കിട്ടിയാൽ പോരാ, റെഗുലറായിട്ട് എനിക്കൊരു ഡിവിഡൻഡ് ഇൻകം വേണം എന്നുള്ള ഒരാളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ കമ്പനിയോട് പറയണം എനിക്ക് റെഗുലറായിട്ട് അല്ലെങ്കിൽ മന്ത്ലിയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ക്വാർട്ടർലി 3 മാസം കൂടുമ്പോഴൊക്കെ എനിക്ക് ഡിവിഡൻഡ് പേയ്മെൻറ്റ് എന്ന് വേണം. അത് കമ്പനി കൂടി തീരുമാനിക്കണം, നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയും ചില കമ്പനികളുണ്ട്, അങ്ങനെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് കൊല്ലത്തിലൊരിക്കലല്ല, കൊല്ലത്തിൽ 2-3 തവണയായിട്ട് പേയ്മെൻറ്റ് നടത്തുന്ന കമ്പനികളുണ്ട്. അങ്ങനെ ഡിവിഡൻഡ് നമ്മൾ ഫൈനൽ ഡിവിഡൻഡിനേക്കാൾ മുമ്പ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ ഫൈനൽ ഡിവിഡൻഡ് എപ്പോഴാണ്? കൊല്ലത്തിൽ ഒരു തവണ കൊടുക്കുള്ളൂ. അത് എപ്പോഴാണ്? ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം. അതിന് മുമ്പ് തന്നെ നമ്മൾ ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്ററിം ഡിവിഡൻഡ്. ഇറ്റ് ഈസ് ദ ഡിവിഡൻഡ് ഡിക്ലയർഡ് ബിഫോർ ദി ഡിക്ലറേഷൻ ഓഫ് ഫൈനൽ ഡിവിഡൻഡ്. ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്ററിം ഡിവിഡൻഡ്. ഓക്കെ, അപ്പോൾ അത് ക്യാഷ് ഡിവിഡൻഡിൻ്റെ 2 ഡിവിഡൻഡ് ടൈപ്പായിട്ട് പഠിച്ചു വയ്ക്കുക. ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. അതിൽ തന്നെ 2 ടൈപ്സ് ഉണ്ട്, റെഗുലർ ആൻഡ് ഇൻറ്ററിം ഡിവിഡൻഡ്. ഓക്കെ, the second main type is stock dividend. Companies not having sufficient cash pay dividend in the form of shares by capitalizing the past reserves and profit. Such shares are called bonus share. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട് ബോണസ് ഷെയർ. അത് ഞാൻ ഇവിടെയും പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ടൈപ്പിൽ നമ്മൾ റെഡി ക്യാഷ് എടുത്ത് കൊടുക്കണം. അങ്ങനെ എൻ്റെ കയ്യിൽ റെഡി ക്യാഷ് കൊടുക്കാനായിട്ട് സഫീഷ്യൻറ്റ് ക്യാഷ് ബാലൻസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഡിവിഡൻഡ് ഇൻ ദ ഫോം ഓഫ് ഷെയറിൽ കൊടുക്കാം. എൻ്റെ കമ്പനിയിൽ അവർക്ക് കൊടുക്കുന്ന ഡിവിഡൻഡ് ക്യാഷിന് പകരം നമ്മൾ എന്ത് കൊടുക്കണോ അതിന് ഈക്വലൻ്റ് വെർത്തുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഡിവിഡൻഡ് കൊടുക്കാം. അതാണ് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഡിവിഡൻഡ് അല്ലെങ്കിൽ അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിനെ വിളിക്കുന്ന പേരാണ് ബോണസ് ഷെയർ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കമ്പനി ഷെയറിൻ്റെ രൂപത്തിലാണ് ഡിവിഡൻഡ് കൊടുക്കണമെന്ന് വെച്ചാൽ അതിന് വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക് ഡിവിഡൻഡ്. ഓക്കെ, ദ തേർഡ് വൺ ഈസ് സ്ക്രിപ്പ് ഡിവിഡൻഡ്. സ്ക്രിപ്പ് companies not having sufficient cash balance pay in dividend in the form of transferable promissory note for a shorter maturity period. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനിക്ക് റെഡി ക്യാഷ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കാൻ ക്യാഷ് ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? പ്രൊമിസറി നോട്ടുകൾ ഇഷ്യൂ ചെയ്യാം. പ്രൊമിസറി നോട്ട് എന്ന് വെച്ചാൽ ഒരു തരം അണ്ടർ റൈറ്റിംഗ്. അതായത് ഞാനിപ്പോൾ ക്യാഷ് തരണില്ല, ഒരു ഫ്യൂച്ചർ ഡേറ്റ്, ഒരു ഷോർട്ട് പീരീഡ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് പേയ്മെൻറ്റ് നടത്തിക്കൊള്ളാം എന്നൊരു അണ്ടർ റൈറ്റിംഗ് ആരുടെ ഭാഗത്ത് തരും? നമുക്ക് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് തരും. അതായത് ഇപ്പോൾ 31 മാർച്ച് 2020 കൊടുക്കേണ്ട പേയ്മെൻ്റ് ആണ്. പക്ഷേ ആ സമയത്ത് കമ്പനിയുടെ കയ്യിൽ ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് ക്യാഷ് ഇല്ല. അപ്പോൾ അവരൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് പോലെ ഒരു പ്രൊമിസറി നോട്ട് എഴുതാണ്, ടു പേ ദിസ് എമൗണ്ട് ടു ദിസ് പേഴ്സൺ ഓൺ എ ഫ്യൂച്ചർ ഡേ. അതായത് അധികം ലോങ് പീരീഡ് ആവില്ല, ഒരു ഷോർട്ട് പീരീഡ് 1, 2, 3 മാസത്തിനുള്ളിൽ നമുക്ക് ആ പേയ്മെൻറ്റ് കിട്ടും, അത് റിസീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ പ്രൊമിസറി നോട്ട് ഇഷ്യൂ ചെയ്തിട്ടാണ് ഡിവിഡൻഡ് കൊടുക്കണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്ക്രിപ്പ് ഡിവിഡൻഡ്. കമ്പനീസ് നോട്ട് ഹാവിങ് സഫീഷ്യൻറ്റ് ക്യാഷ് പേ ഡിവിഡൻഡ് ഇൻ ദ ഫോം ഓഫ് ട്രാൻസ്ഫറബിൾ പ്രൊമിസറി നോട്ട്. ട്രാൻസ്ഫറബിൾ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കത് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്, ഒരാൾക്ക് നിന്ന് വേറെ ആൾക്ക് അത് കൊടുക്കാനായിട്ട് പറ്റും. ഫോർ എ ഷോർട്ടർ മെച്യൂരിറ്റി പീരീഡ്, അധികം ലോങ് പീരീഡ് ഒന്നുമല്ല, 2-3 മാസത്തിന് ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് സ്ക്രിപ്പ് ഡിവിഡൻഡ്. സ്ക്രിപ്പ് ഡിവിഡൻഡ് പ്രോമിസ് ടു പേ ദ ഷെയർ ഹോൾഡേഴ്സ് അറ്റ് എ ഫ്യൂച്ചർ സ്പെസിഫിക് ഡേറ്റ്. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞോളം ശരിക്കും 31 മാർച്ച് 2020 ആയിരുന്നു അത് ക്യാഷ് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ സമയത്ത് എനിക്ക് കൊടുക്കാൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു പ്രൊമിസറി നോട്ട് ഇഷ്യൂ ചെയ്തു. ആ പ്രൊമിസറി നോട്ടിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ആഫ്റ്റർ 3 months ആണ്. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 30th ഞാൻ എന്ത് നടത്തും? പേയ്മെൻറ്റ് നടത്തും. ആ ഷെയർ ഹോൾഡേഴ്സിന് ആ സമയത്ത് ക്യാഷ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇറ്റ് പ്രോമിസ് ടു പേ ദ ഷെയർ ഹോൾഡേഴ്സ് അറ്റ് എ ഫ്യൂച്ചർ സ്പെസിഫിക് ഡേറ്റ്. നൗ ദ കമ്പനീസ് ആർ നോട്ട് അലൗഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ സ്ക്രിപ്പ് ഡിവിഡൻഡ്. പക്ഷേ ഇപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം എന്ത് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല? സ്ക്രിപ്പ് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. പക്ഷേ ഇങ്ങനൊരു ടൈപ്സ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഹിസ്റ്ററിയൊക്കെ പഠിക്കണമെന്നും ഇങ്ങനൊരു ടൈപ്സ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് മൂന്നാമത്തെ ടൈപ്പായിട്ട് വരുന്നത് സ്ക്രിപ്പ് ഡിവിഡൻഡ് ഇൻ ദ ഫോം ഓഫ് പ്രൊമിസറി ട്രാൻസ്ഫറബിൾ പ്രൊമിസറി നോട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു പ്രൊമിസറി നോട്ട് തന്നു, അത് ട്രാൻസ്ഫറബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫണ്ടിന് റിക്വയർമെൻറ്റ് വരുമ്പോൾ വേറൊരാൾക്ക് അത് കൊടുക്കാൻ ക്യാഷ് കൊടുക്കുന്നതിന് പകരം ഈ പ്രൊമിസറി നോട്ട് കൊടുത്താലും നമുക്ക് ആ സെറ്റിൽമെൻറ്റ് നടത്താനായിട്ട് പറ്റും. ഓക്കെ, then the fourth one is bond dividend. Dividend are paid in the form of debentures or bonds for a long period bearing interest at a fixed rate.
നേരത്തെ എന്തായിരുന്നു നമ്മുടെ പ്രൊമിസറി നോട്ടാണ് ഇഷ്യൂ ചെയ്തിരുന്നത് ഫോർ എ ഷോർട്ട് പീരീഡിലേക്ക്. പക്ഷെ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ക്യാഷിന് പകരം നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് ഇൻ ദ ഫോം ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ ബോണ്ട് ഫോർ എ ലോങ് പീരീഡ്. ഒരു ലോങ് പീരീഡിലേക്കുള്ള 2, 3, 5 വർഷത്തേക്കുള്ള ഒരു ബോണ്ടാണ് അല്ലെങ്കിൽ ഡിബഞ്ചർ ആണ് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഡിബഞ്ചറിനെ പോലെ തന്നെ അതിന് എന്തുണ്ടാവും, ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമുക്ക് ആ പീരീഡിലേക്ക് അതിനുള്ള ഇൻട്രസ്റ്റും കൂടി നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് 4th one, that is bond dividend. Then the 5th one is property dividend. Dividend is paid in the form of asset. കമ്പനിയുടെ ഏതെങ്കിലും ഒരു അസറ്റ് ആണ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ്. കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ഇല്ല, പക്ഷെ ക്യാഷ് കൊടുക്കുന്നതിന് പകരം കമ്പനി എന്ത് ചെയ്യാണ്, കമ്പനിയുടെ ഏതെങ്കിലും ഒരു അസറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ, അസറ്റ് മീൻസ് സ്റ്റോക്ക് ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ റെഡി ക്യാഷ് ആയിട്ട് കൊടുക്കാനില്ല, പക്ഷെ നമുക്ക് എന്ത് കൊടുക്കാം, നമ്മുടെ കമ്പനിയുടെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് അത് അവർക്ക് ഷെയർ ഹോൾഡേഴ്സിന് ഉപകാരമുള്ളതാണെങ്കിൽ അത് ഒരു ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അല്ലാണ്ട് പ്ലാന്റ് മെഷീനറി എന്നല്ല കൊടുക്കണം. അതോട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടും ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഏതെങ്കിലും ഒരു കൺസ്യൂമബിൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കാനില്ല, അപ്പോൾ അതിന് പകരം അവർക്ക് എന്ത് കൊടുക്കാം, ആ കൺസ്യൂമബിൾ ഗുഡ്സ് അവർക്ക് ഡെയിലി എക്സ്പെൻസിന് അല്ലെങ്കിൽ ഡെയിലി യൂസേജിന് ആവശ്യമുള്ള ഒരു ഐറ്റം ആവും അത്, അപ്പോൾ അത് അതിന് പകരമായിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അസറ്റാണ് കൊടുക്കണമെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 5 ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഓരോന്ന് നോക്കുക. ക്യാഷ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, സ്റ്റോക്ക് ആണെങ്കിൽ ഇൻ ദ ഫോം ഓഫ് ഷെയർസ്, സ്ക്രിപ്പ് ആണെങ്കിൽ ഇൻ ദ ഫോം ഓഫ് പ്രൊമിസറി നോട്ട്, ദെൻ ബോണ്ട് ആണെങ്കിൽ ഇൻ ദ ഫോം ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ ബോണ്ട്സ്, ആൻഡ് ലാസ്റ്റ് വൺ ഇൻ ദ ഫോം ഓഫ് അസറ്റ്, പ്രോപ്പർട്ടി ഡിവിഡൻഡ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രാക്ടീസസ് ഓഫ് ഡിവിഡൻഡ് പേയ്മെൻറ്റ്. പ്രാക്ടീസസ് എന്ന് വെച്ചാൽ പ്രൊസീജിയേഴ്സ്. നമ്മൾ ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തുന്നതിനേക്കാളും മുമ്പ് എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ആണ് അല്ലെങ്കിൽ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് നമ്മൾ എടുക്കേണ്ടതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡിക്ലറേഷൻ ഡേറ്റ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വെൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റ് ടു ഡിക്ലെയർ ദ ഡിവിഡൻഡ്. എന്നാണ് ബോർഡ് ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഡിക്ലെയർ ചെയ്യുന്നത് എന്താണ്, ആദ്യം റെക്കമെൻഡേഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൊടുത്ത് ദെൻ ജനറൽ മീറ്റിംഗിൽ അത് പാസ്സാക്കണം. അപ്പോൾ ഇതെന്നാണ് അവർ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നത്, ദ ഡേറ്റ് ഓൺ വിച്ച് ദ ഡിവിഡൻഡ് ഹാസ് ബീൻ ഡിക്ലെയർഡ്. അതിനെ വിളിക്കുന്ന പേരാണ് ഡിക്ലറേഷൻ ഡേറ്റ്. അത് കൃത്യമായിട്ടുണ്ടാവണം, കാരണം അതിന് അല്ലെങ്കിൽ ആ ഡേറ്റ് വരെ ഷെയർ ഹോൾഡർ ആയവർക്ക് മാത്രമേ ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിന് ശേഷം ഷെയർ ഹോൾഡേഴ്സ് ആവുന്നവർക്ക് നമ്മൾ എന്ത് കൊടുക്കേണ്ട, ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കൃത്യമായിട്ട് എന്നാണ് കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ആ ഡേറ്റിനെ വിളിക്കുന്ന പേരാണ് ഡിക്ലറേഷൻ ഡേറ്റ്. Second one is amount. The dividend notice indicates the amount of dividend. നമ്മൾ ഡിവിഡൻഡ് നോട്ടീസിൽ നമ്മൾ എത്രയാണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്. ഒരു നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. അതായത് ഒരു 3 per share അല്ലെങ്കിൽ 2 per share അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഒരു 20% എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ സപ്പോസ് എൻ്റെ കയ്യിലൊരു 10 ഷെയർ ഉണ്ടെന്ന് വിചാരിക്കാം. എൻ്റെ കമ്പനി 2 രൂപ ഡിവിഡൻഡ് കൊടുത്താൽ എനിക്കറിയാം എനിക്ക് എത്ര രൂപ കിട്ടും, 20 rupees എനിക്ക് കിട്ടുന്നത്. കൃത്യമായിട്ട് ഓരോ ഷെയർ ഹോൾഡേഴ്സിനും കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്താൽ അതാണ് രണ്ടാമത് വേണ്ടത്, എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്. Then the third one is holder of record date. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡേറ്റ് ഓൺ വിച്ച് ദ കമ്പനി ഓപ്പൺസ് ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് to determine who will receive the dividend. Anyone holding shares on the holder of record date receives the dividend. അതായത് നമുക്കറിയാം, ഞാൻ ഇപ്പം എൻ്റെ കയ്യിലൊരു ഷെയർ ഉണ്ടെന്ന് വിചാരിക്കുക. അതെനിക്ക് ആർക്ക് വേണമെങ്കിലും ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. ഫ്രീലി മീൻസ് വിത്തൗട്ട് എനി ലീഗൽ ഫോർമാലിറ്റി, അല്ലെങ്കിൽ അല്ലാതെ വേറെ അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഫ്രീലി എന്ന് വെച്ചാൽ കമ്പനിനെ അറിയിക്കുക, അതുപോലെ ലീഗൽ ഫോർമാലിറ്റി ഒന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഷെയർസ് നമുക്കെന്തറിയാം, ഓൺലൈൻ ട്രേഡിംഗ് നടത്തുമ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മിനിറ്റിൽ മേടിച്ചു, അടുത്തൊരു മിനിറ്റിൽ ഞാനത് വിൽക്കും. അപ്പോൾ ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ ഓൺലൈൻ ട്രേഡിങ്ങിലൊക്കെ വളരെ ഫാസ്റ്റായിട്ടും ഫ്യൂ സെക്കൻഡ്സുകൾക്കുള്ളിൽ ഞാൻ ബൈയും ചെയ്യും സെല്ലും ചെയ്യും. അപ്പോൾ അതൊന്നും കമ്പനി അറിയണമെന്നില്ല. പക്ഷേ ഡിവിഡൻഡ് ഡിക്ലറേഷൻ സമയത്ത് കമ്പനിക്ക് വരുന്നൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇവർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഷെയർസ് ഹോൾഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അപ്പോൾ അവർക്ക് ആർക്ക് ഡിവിഡൻഡ് കൊടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് അവരൊരു ഡേറ്റ് ഫിക്സ് ചെയ്യും. ആ ഡേറ്റ് വരെയുള്ള ദ ഡേറ്റ് ഓൺ വിച്ച് ദ കമ്പനി ഓപ്പൺസ് ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ടു ഡിറ്റർമൈൻ ഹൂ വിൽ. ആ ഡേറ്റ് വരെയുള്ള ഈ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഞാൻ എന്ത് കൊടുക്കുള്ളൂ, കമ്പനി ഡിവിഡൻഡ് കൊടുക്കുള്ളൂ. ഓക്കെ, സപ്പോസ് നമ്മൾ ഫിക്സ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഡേറ്റ് September 17 ആണെന്ന് വിചാരിക്കുക.
കമ്പനി ഫിക്സ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 17 ആണെങ്കിൽ സെപ്റ്റംബർ 17 വരെ ആരുടെ കയ്യിലാണോ എൻ്റെ കമ്പനിയുടെ ഷെയർസ് ഉള്ളത് അവർക്ക് മാത്രമേ ഞാൻ എന്ത് കൊടുക്കുള്ളൂ, ഡിവിഡൻഡ് കൊടുക്കുള്ളൂ. ദെൻ ഞാനിപ്പോൾ അടുത്ത ദിവസം സെപ്റ്റംബർ 18 ഞാൻ എൻ്റെ ഒരു ഷെയർ നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ആർക്കാണ് ഡിവിഡൻഡ് കിട്ടുക? എനിക്ക് ഇനി കിട്ടാൻ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഞാൻ ട്രാൻസ്ഫർ ചെയ്തത് എന്നാണ് സെപ്റ്റംബർ 18 സെപ്റ്റംബർ 17 വരെയുള്ളൂ എന്ത് ഹോൾഡർ ഓഫ് റെക്കോർഡ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെപ്റ്റംബർ 17 വരെ ആരുടെ കയ്യിലാണോ ഷെയർസ് ഉള്ളത് അയാൾക്ക് ഡിവിഡൻഡ് കൊടുക്കുള്ളൂ. ഞാൻ നിങ്ങൾക്ക് എന്നാ തന്നത്? സെപ്റ്റംബർ 18 തന്നത്. അപ്പോൾ നിങ്ങൾക്കല്ല ഡിവിഡൻഡ് കിട്ടുക, എനിക്കാണ് ഡിവിഡൻഡ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ്. ദ ഡേറ്റ് ഓൺ വിച്ച് ദ കമ്പനി ഓപ്പൺസ് ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ടു ഡിറ്റർമൈൻ ഹൂ വിൽ റിസീവ് ദ ഡിവിഡൻഡ്. കമ്പനി റെക്കോർഡ് നോക്കുകയാണ് ആർക്കൊക്കെയാണ് ഞാൻ ഡിവിഡൻഡ് കൊടുക്കേണ്ടത്, ഏതൊക്കെ ഷെയർ ഹോൾഡേഴ്സിനാണ് ഞാൻ ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഡേറ്റിനെ വിളിക്കുന്ന പേരാണ് ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ്. എനിവൺ ഹോൾഡിംഗ് ഷെയർസ് ഓൺ ദി ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ് റിസീവ്സ് ദ ഡിവിഡൻഡ്. അപ്പോൾ നമ്മൾ അത് മെൻഷൻ ചെയ്യും, ഇന്ന ഡേറ്റാണ് ഞാൻ ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ ദിവസത്തിനുള്ളിൽ നമ്മുടെ ഹോൾഡർ ഓഫ് റെക്കോർഡ് ബുക്കിൽ മെമ്പേഴ്സ് ആയവർക്ക് മാത്രമേ ഷെയർസിൻ്റെ ഡിവിഡൻഡ് കൊടുക്കുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമാലിറ്റി അപ്പം ചെയ്യണം, അല്ലാണ്ട് കമ്പനി അറിയിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ അതിൻ്റെ ആരാണോ കയ്യിലിരിക്കുന്നത് അതിൽ ഇപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഞാൻ എൻ്റെ പേര് ആ റെക്കോർഡിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഫോർമാലിറ്റികളൊക്കെ നമ്മൾ ചെയ്യണം. ഓക്കെ, അതാണ് ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ്. അതുപോലത്തെ റിലേറ്റഡ് ഡേറ്റ് ആണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് എക്സ് ഡിവിഡൻഡ് ഡേറ്റ്. That means it is the date from which the stock begins to trade without the right to receive the dividend. അതായത് നമുക്കിപ്പോൾ ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ നമുക്ക് വേണമെങ്കിൽ ബൈയിങ്ങും സെല്ലിങ്ങും നടത്താം. പക്ഷെ എന്ത് കിട്ടില്ല? ഡിവിഡൻഡ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അങ്ങനെ ഒരു ഡേറ്റ് വെച്ചിട്ട് കമ്പനി ഡിക്ലെയർ ചെയ്യാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോളം സെപ്റ്റംബർ 17 ഏത് ഹോൾഡർ ഓഫ് റെക്കോർഡ് ഡേറ്റ്. ഞാൻ ഫിക്സ് ചെയ്ത എക്സ് ഡിവിഡൻഡ് റേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 18 ആണെങ്കിൽ എനിക്ക് സെപ്റ്റംബർ 18 തൊട്ട് എൻ്റെ ഷെയർസ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷെ ആൾക്ക് എന്ത് കിട്ടില്ല? ഡിവിഡൻഡ് കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് സെപ്റ്റംബർ 18 കൊടുക്കണമെന്ന് വെച്ചാൽ എനിക്കാണ് ഡിവിഡൻഡ് കിട്ടുക, നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടില്ല. അപ്പം നമുക്ക് ഇറ്റ് ഈസ് ദ ഡേറ്റ് ഫ്രം വിച്ച് ദ സ്റ്റോക്ക് ബീയിങ് ട്രേഡ് വിത്തൗട്ട് ദ റൈറ്റ് ടു റിസീവ് ദ ഡിവിഡൻഡ്. അവർക്ക് എന്ത് റൈറ്റ് കിട്ടില്ല? ഡിവിഡൻഡ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടില്ല. ഹു ബൈസ് ദ സ്റ്റോക്ക് ഓൺ ഓർ ആഫ്റ്റർ ദി എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ഡസ് നോട്ട് ഗെറ്റ് ദ ഡിവിഡൻഡ്. നമുക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാം, പക്ഷെ അവർക്ക് എന്ത് കിട്ടില്ല? ഡിവിഡൻഡ് കിട്ടില്ല. ഏത് ഡേറ്റ് തൊട്ടിട്ടാണ്? എക്സ് ഡിവിഡൻഡ് ഡേറ്റിനോ അതിന് ശേഷമോ ഷെയർസ് ബൈയും സെല്ലും ബൈ ചെയ്യണവർക്ക് എന്ത് കിട്ടില്ല? ഡിവിഡൻഡ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടില്ല. അതിനെ വിളിക്കുന്ന പേരാണ് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതാണ് ഫോർത്ത് ഇതായിട്ട് വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് പേയ്മെൻറ്റ് ഡേറ്റ്. അതായത് എന്ന് തൊട്ടാണ് കമ്പനി ഡിവിഡൻഡ് കൊടുക്കുക. അതായത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് അന്ന് തൊട്ടാണ് കൊടുക്കുന്നത്, യാതൊരു നിർബന്ധമില്ല. കമ്പനി ഇപ്പോൾ സപ്പോസ് ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ചിലപ്പോൾ 1-2 മാസം കഴിഞ്ഞിട്ട് അവർക്ക് പേയ്മെൻറ്റ് ഡേറ്റ് കൊടുത്താൽ മതി. കമ്പനി ഡിക്ലെയർ ചെയ്തു, കമ്പനിക്ക് ചിലപ്പോൾ ആ സമയത്ത് റെഡി ക്യാഷ് ഇല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഡിവിഡൻഡ് പേയ്മെൻറ്റ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യാം. അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഡിക്ലറേഷൻ ഡേറ്റിനൊപ്പം തന്നെ പറയണം, ഇന്ന് ഞാൻ ഡിക്ലെയർ ചെയ്തു, ഒരു മാസത്തിനുള്ളിൽ ഇന്ന ഡേറ്റിന് നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തു തുടങ്ങും എന്ന് കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ അതാണ് പേയ്മെൻറ്റ് ഡേറ്റ്. ഈ 5 കാര്യങ്ങളാണ് കമ്പനി മെയിനായിട്ടും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഡിക്ലറേഷൻ ഡേറ്റ് വേണം, എന്നാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തത്. സെക്കൻഡ് വൺ, എമൗണ്ട്, എത്ര എമൗണ്ടാണ് ഡിക്ലെയർ ചെയ്തേക്കണം എന്നുള്ളത്. ദെൻ ഹോൾഡർ ഓഫ് റെക്കോർഡ് ബുക്ക്, റെക്കോർഡ് ഡേറ്റ്, ഏത് ദിവസം വരെയുള്ള ഷെയർ ഹോൾഡേഴ്സിനാണ് ഡിവിഡൻഡ് കൊടുക്കുക എന്നുള്ളത്. എക്സ് ഡിവിഡൻഡ് റേറ്റ്, എന്ന് തൊട്ടാണ് നമുക്ക് ഷെയർസ് വിത്തൗട്ട് ദി റൈറ്റ് ഓഫ് റിസീവിങ് ഡിവിഡൻഡ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാന്നുള്ളതും. ദെൻ പേയ്മെൻറ്റ് ഡേറ്റ്, എന്നാണ് അവർ ഡിവിഡൻഡ് പേ ചെയ്ത് കൊടുക്കണം എന്നുള്ള ഡേറ്റ് നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.